ഇന്ന് അമിത്ഷാ പ്രസംഗിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കും, ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുമെന്നൊക്കെയാണ്. കോൺഗ്രസ്സാണ് 1947 മുതൽ ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഏറ്റവും അധികം കാലം ഭരിച്ചിട്ടുള്ളത് നമുക്കറിയാം. പതിറ്റാണ്ടുകൾ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് കോൺഗ്രസ് സമ്പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നത്. അവർ അധികാരത്തിലുള്ളപ്പോൾ എപ്പോഴെങ്കിലും ശരീഅത്ത് നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുക, ആ സമൂഹത്തെക്കുറിച്ചുള്ള ഭീതി ഭൂരിപക്ഷ സമൂഹങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ മാത്രമേ BJP ജയിക്കൂ എന്നുണ്ടോ? അല്ല, കോൺഗ്രസ് ശരീഅത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോയെന്നും ചോദിക്കണ്ട. 1986 ഷാബാനു കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയെ മറികടന്നുകൊണ്ട് ശരീഅത്ത് നിയമപ്രകാരമുള്ള നിയമം പാർലമെൻറ്റിൽ പാസാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. തലേ ദിവസം ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട്, കോൺഗ്രസിൻ്റെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം, പാർലമെൻറ്റിൽ ആ സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം 1 മണിക്കൂറോളം നല്ല വൃത്തിയിൽ ആ നിയമത്തിൻ്റെ ആ സുപ്രീം കോടതി വിധിയുടെ പ്രസക്തിയും അതിൻ്റെ കാലികമായ ആവശ്യകതയെപ്പറ്റി കൃത്യമായി പ്രസംഗിച്ചു. പിറ്റേന്ന് രാത്രി ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അദ്ദേഹം കോൺഗ്രസ് വിട്ടു. ഇന്ത്യയിലുണ്ടായത് അറിയാലോ. ഞാൻ പറഞ്ഞ നിയമവുമായി ബന്ധപ്പെട്ട മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രമായി ബാധകമായിട്ടുള്ള സിവിൽ നിയമമാണ്. രാജ്യത്ത് ശരീഅത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ഞാനും താങ്കളും അടക്കമുള്ള എല്ലാ ആളുകളും ജനാധിപത്യത്തിൽ നിന്ന് ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടി വരുമെന്നാണ്. അത് രണ്ടും രണ്ടാണ്. അതല്ലാതെ വ്യക്തി നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തിയതൊന്നും അല്ല അമിത്ഷാ ഉദ്ദേശിച്ചത്. അമിത്ഷാ എന്താ ഉദ്ദേശിച്ചതെന്ന് അഭിലാഷ് വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അഭിലാഷിന് പറയാനുള്ളത് പറഞ്ഞോളൂ. അമിത്ഷാ ഉദ്ദേശിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ശരീഅത്ത് നടപ്പിലാക്കുമെന്നൊന്നും അല്ല. മുസ്ലിം വ്യക്തി നിയമം ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുമെന്നാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അത് 86 അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 100% സത്യമാണ്. 100% സത്യമാണ്. ഇനി മിസോറാമിലെ കോൺഗ്രസിൻ്റെ പഴയൊരു മാനിഫെസ്റ്റോ ഞാൻ പൊടിതട്ടി എടുത്ത് എൻ്റെ ഓഫീസിൽ കാണണം. പൊടിതട്ടി എടുത്ത് ഞാൻ കൊണ്ടുതരാം. ബൈബിൾ അടിസ്ഥാനത്തിലുള്ള സർക്കാർ വരും. മിസോറാമിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബൈബിളിന് അടിസ്ഥാനത്തിലുള്ള ഭരണം വരും എന്നുള്ള പഴയൊരു പ്രകടന പത്രികയുണ്ട്. ഞങ്ങളത് പണ്ട് എടുത്ത് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ച സംഗതിയാണ്. എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് ആ പ്രകടന പത്രിക. ഞാൻ വേണം എടുത്തുകൊണ്ട് വരാം. അത് BJP ഇന്ത്യ മുഴുവൻ അച്ചടിച്ച് വിതരണം ചെയ്തതാണ്. അപ്പോൾ അതൊന്നും പറയണ്ട. കോൺഗ്രസിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ രാജ്യത്ത് എല്ലാവിധ തീവ്രവാദ ശക്തികളെയും വിഭാഗീയ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നൊരു നിലപാടാണ് കഴിഞ്ഞ കാല ചരിത്രം കോൺഗ്രസിൻ്റെ. അതുതന്നെയാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അമിത്ഷാ ഉദ്ദേശിച്ചത് നിങ്ങൾ വ്യാഖ്യാനിക്കും പോലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മുസ്ലിം ശരീഅത്ത് നിയമം ബാധകമാക്കുന്നല്ല. ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമത്തെ പറ്റിയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ കാസർഗോഡ് രാജ്നാഥ് സിംഗ് വന്ന് പ്രസംഗിച്ചു, ഞാനാ തർജ്ജമ ചെയ്തത്. വണ്ടൂരിൽ ഹേമന്ത് ബിശ്വ ശർമ്മ വന്ന് പ്രസംഗിച്ചു, ഞാനാ തർജ്ജമ ചെയ്ത്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏകീകൃത സിവിൽ നിയമത്തിന് സമയമായി. ഇത്തവണ BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും. അത് ഞങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് വന്നാൽ അവർ ഇവിടെ ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമമായിരിക്കും മുസ്ലിം സമൂഹത്തിൽ നടപ്പിലാക്കുക. അത് ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങൾ ഏകീകൃത സിവിൽ നിയമത്തിന് അനുകൂലമാണ്. ഞങ്ങൾ മുത്തലാഖ് നിരോധിച്ചവരാണ്. അതാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അല്ല, അവിടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യം BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ഇതേ അമിത്ഷാ തന്നെ ഇതേ പ്രസംഗത്തിൽ പറയുന്നു. വികസന വോട്ടും വോട്ട് ജിഹാദും തമ്മിലുള്ള പോരാട്ടമാണ് ഇത് എന്ന് ഒരു ബൈനറി ഉണ്ടാക്കാണ്. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് നടപ്പാക്കും. കോൺഗ്രസ് വന്നാൽ ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കും. കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യും. കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ 2 കാളകളിൽ 1 കാളയെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കെട്ടുതാലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. നോക്കൂ, 1ാം ഫേസ് കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ട് BJP നേതാക്കൾ, പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ പ്രസംഗിക്കുന്ന കാര്യങ്ങളാണിത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആലോചിച്ച് നോക്കണം, ഒരു സെക്കുലർ രാഷ്ട്രത്തിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങളാണിത്. 10 വർഷം ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്യാരണ്ടി പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോയ ആളുകൾ ഇപ്പോൾ ഇതാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് എന്തൊരു വൈരുദ്ധ്യമാണ്. അഭിലാഷേ, ഇന്ന് വടകര SP ഓഫീസിലേക്ക് മാർച്ച ആരെന്നറിയോ? UDFന്റെ യുവജന സംഘടനകളുടെ. ഇന്ന് വടകര SP ഓഫീസിലേക്ക് UDFന്റെ യുവജന സംഘടനകളുടെ മാർച്ച. എന്താ അറിയോ? ശൈലജ കാഫിറാണ്, ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് UDFകാർ പ്രചരിപ്പിച്ചു എന്ന് LDFകാർ പറഞ്ഞത്രേ, അല്ലെ LDFകാർ പ്രചരിപ്പിച്ചത്രേ.
അതിന് കേസെടുക്കണം. അങ്ങനെ പ്രചരിപ്പിച്ച UDF-കാർ പറയാത്ത സംഗതി LDF-കാർ പറഞ്ഞുവെന്നും അതുകൊണ്ട് അത് പറഞ്ഞവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള UDF-ന്റെ യുവജന സംഘടനകളുടെ മാർച്ച. അഭിലാഷേ, ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. ഞാൻ വടകരയുടെ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്, കോഴിക്കോടാണ് വോട്ടെങ്കിലും. വടകരയിൽ പറഞ്ഞത്ര വർഗീയത ഇന്ത്യയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും പറഞ്ഞിട്ടില്ല. വടകരയിൽ പറഞ്ഞത്ര വർഗീയത ഇന്ത്യയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വടകരയിലെ BJP-യുടെ സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചാൽ വടകര അസംബ്ലി ലോക്സഭാ മണ്ഡലത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സർക്കാർ നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വടകര പറഞ്ഞത്ര വർഗീയതയൊന്നും ഇന്ത്യയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഞങ്ങൾ വികസനമാണ് പറഞ്ഞത്. എവിടെ വെച്ചിട്ടാണ് മാറിയത്? രാഹുൽ ഗാന്ധിയുടെ ഏപ്രിൽ മാസം 6-ാം തീയതി ഹൈദരാബാദ് പ്രസംഗം, സൽമാൻ ഖുർഷിദിന്റെ ഉത്തർപ്രദേശിലെ പ്രസംഗം, ലാലു യാദവിന്റെ പ്രസംഗം, അല്ലേ, മുസ്ലിം സംവരണം നടപ്പിലാക്കുമെന്ന ലാലു യാദവിന്റെ പ്രസംഗം. പിന്നെ അത് ലാലു ഉരുണ്ടു. അപ്പോൾ ഇവരൊക്കെയാണിത് മാറ്റിയത്. ഇവരിത് മാറ്റിയപ്പോൾ ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു. അതിലൊരു തർക്കവുമില്ല. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇവരായിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. അത് ഞങ്ങൾ ഏറ്റുപിടിച്ചു, മറുപടി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് ഇനിയും പറയുകയും ചെയ്യും. ശരി.